നമസ്കാരം. തൃശ്ശൂരിലെ BJP-ക്കാർ ഒന്ന് പ്രശ്നം വെച്ച് നോക്കുന്നത് നന്നായിരിക്കും. ആകപ്പാടെ കഷ്ടകാലമാണ്. വോട്ട് ക്രമക്കേട് ആരോപണം ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയപ്പോൾ തൃശ്ശൂരിലും ഓളങ്ങൾ ഉയർന്നു. സുരേഷ് ഗോപിയുടെ വിജയം അനധികൃത വോട്ട് ചേർക്കലിൻ്റെ തേരിലേറിയാണെന്ന വിമർശനത്തിന് മറുപടി പറഞ്ഞ് നേതൃത്വം മടുത്തു. എന്തായാലും ഇങ്ങനെയുള്ള ദേശീയ സംസ്ഥാന വിഷയങ്ങൾ നോക്കാൻ ഇഷ്ടം പോലെ നേതാക്കളുണ്ട്. എന്നാൽ കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർ അകപ്പെട്ട ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ആരുണ്ട് എന്നതാണ് ചോദ്യം. തൃശൂർ നഗരഹൃദയത്തിലെ ബിനി ടൂറിസ്റ്റ് ഹോം എന്ന ഇപ്പോഴത്തെ ബിനി ഹെറിറ്റേജിൽ വിവാദങ്ങൾ മുറിയെടുക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ബിനി ടൂറിസ്റ്റ് ഹോം നടത്തിപ്പിനായി PS ജനീഷ് എന്നയാൾക്ക് കൈമാറിയത് മുതൽ അഴിമതി ആരോപണങ്ങളും ചെക്ക് ഇൻ ചെയ്തു. ക്രമക്കേട് ആരോപണവുമായി കോൺഗ്രസും BJP-യും രംഗത്തിറങ്ങി. പിന്നീട് കോൺഗ്രസുകാർ പിന്മാറി. എന്നാൽ BJP കൗൺസിലർമാർ ബിനി വിട്ടിറങ്ങാൻ തയ്യാറായില്ല. ക്രമക്കേട് ആരോപിച്ച് തുടർച്ചയായി ഹർജിയുമായി കോടതി കയറി ഇറങ്ങി. ഒടുവിൽ ഹൈക്കോടതി തന്നെ നല്ല കൊട്ടുകൊടുത്തു. 6 BJP കൗൺസിലർമാർക്കും വക്കീലിനുമായി 10 ലക്ഷം രൂപ പിഴയിട്ടു. വിനോദ് പൊള്ളഞ്ചേരി, പൂർണിമ സുരേഷ്, V ആതിര, NV രാധിക, KG നിജി, N പ്രസാദ് എന്നിവർക്കും അഭിഭാഷകനായ K പ്രമോദിനും എതിരെയാണ് വിധി. 6 കൗൺസിലർമാരും ചേർന്ന് 5 ലക്ഷം രൂപ അടയ്ക്കണം. അഡ്വക്കേറ്റ് പ്രമോദ് മാത്രം 5 ലക്ഷം കെട്ടിവയ്ക്കണം എന്നാണ് നിർദ്ദേശം. 1 മാസത്തിനകം പിഴയൊടുക്കിയില്ലെങ്കിൽ രജിസ്ട്രാർ ഇക്കാര്യം കോടതിയെ അറിയിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ബിനി ടൂറിസ്റ്റ് ഹോമിൽ നിന്നും ബിനി ഹെറിറ്റേജിലേക്കുള്ള നാൾ വഴികൾ നിയമ പോരാട്ടത്തിൻ്റേതു കൂടിയാണ്. അടഞ്ഞുകിടക്കുകയായിരുന്ന ബിനി ടൂറിസ്റ്റ് ഹോമിൻ്റെ നടത്തിപ്പിന് കരാറുകാരെ തേടിയതോടെ പ്രശ്നങ്ങൾ തുടങ്ങി. 6 പ്രാവശ്യമാണ് ടെൻഡർ വിളിച്ചത്. എന്നാൽ കരാർ മാത്രം യാഥാർത്ഥ്യമായില്ല. തുടർന്നാണ് പൂത്തോൾ സ്വദേശി PS ജനീഷ് താൽപ്പര്യം പ്രകടിപ്പിച്ചത്. പ്രതിമാസം 7.5 ലക്ഷം രൂപയ്ക്കാണ് ധാരണയായത്. 3 മാസത്തെ തുക കോർപ്പറേഷനിൽ അടപ്പിച്ചു. അറ്റകുറ്റപ്പണികൾക്കായി കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൊളിച്ചതോടെ പ്രതിഷേധം കനത്തു. ബിനി കൈമാറ്റം നിയമപരമല്ലെന്ന് കാണിച്ച് കേസായി. കീഴ്ക്കോടതിയിൽ കേസ് തള്ളിയെങ്കിലും ഓംബുഡ്സ്മാനിൽ നിന്ന് പ്രതിപക്ഷത്തിന് അനുകൂല തീരുമാനം വന്നു. കോർപ്പറേഷൻ കോടതിയിലെത്തിയതോടെ സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന നിർദ്ദേശമായി. സർക്കാർ കോർപ്പറേഷനൊപ്പം നിന്നു. അങ്ങനെ ബിനി മൂടികൂട്ടി ബിനി ഹെറിറ്റേജായി രൂപാന്തരപ്പെട്ടു. BJP-ക്കാരുണ്ടോ വിടുന്നു? ഹൈക്കോടതിയിൽ ശരണം പ്രാപിച്ചു. സിംഗിൾ ബെഞ്ച് ഹർജി തള്ളി. പിന്മാറാതെ ഡിവിഷൻ ബെഞ്ചിൽ. അവിടെയും തിരിച്ചടി, പിഴയും കിട്ടി. ഇതുകൊണ്ടൊന്നും തളരില്ലെന്ന നിലപാടിലാണ് BJP. നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം. LDF ഭരണസമിതിയുടെ സഹായത്തോടെ കരാറുകാരനുണ്ടാക്കിയ വ്യാജ തെളിവുകളാണ് തങ്ങളെ തോൽപ്പിച്ചതെന്ന് BJP കൗൺസിലർമാർ വിലപിക്കുന്നു. വികസനം തടസ്സപ്പെടുത്താനുള്ള കുൽസിത ശ്രമത്തിനാണ് കോടതിയിൽ നിന്ന് അടി കിട്ടിയതെന്ന സന്തോഷത്തിലാണ് LDF. BJP കൗൺസിലർമാർ രാജിവെക്കൂ എന്നും ഇടതു നേതാക്കൾ ആവശ്യപ്പെടുന്നു. എന്തായാലും ഭരണം തീരാൻ ഇനി അധികം ദിവസങ്ങളില്ല. പലർക്കും വീണ്ടും മത്സരിക്കേണ്ടതാണ്. കേസും കൂട്ടവുമായി ധനനഷ്ടവും സമയനഷ്ടവും വരുത്താതെ ജനങ്ങൾക്കിടയിലേക്കിറങ്ങിയാൽ അവർക്ക് കൊള്ളാം.